ഒരുപാട് യുദ്ധാനന്തര സ്വത്ത് കിട്ടിയ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. ആ കിട്ടിയ സ്വത്ത് മുഴുവനും അടുത്തയിടെ ഇസ്ലാമിലേക്ക് വന്നവർക്ക് കൊടുത്തപ്പോൾ കഅബാലയത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് മദീനയിൽ നിന്ന് വന്ന സ്വഹാബികൾ ഒരു സംഭാഷണം നടത്തി. നമുക്ക് കഅബയില്ല, നമ്മൾ മദീനത്തുകാരാണല്ലോ, നമുക്കിനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവൂല. കാരണം തങ്ങള് വിജയിച്ചിട്ട് മക്കാ വിജയം കഴിഞ്ഞ് മദീനത്തുനിന്ന് മക്കത്തെത്തിയിട്ട് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണല്ലോ. ഇപ്പം നമുക്ക് യുദ്ധാനന്തര സ്വത്തും ഇല്ല, കിട്ടിയതൊക്കെ എല്ലാവർക്കും കൊടുത്തുപോയല്ലോ. അങ്ങനെ അൻസ്വാരികളിൽ നിന്ന് സങ്കടം പറയുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹയ് കൊണ്ടറിഞ്ഞു ഈ സംഭാഷണം. എന്നിട്ട് അൻസ്വാരികളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ലയോ യാ മഅ്ശറൽ അൻസ്വാർ, അൻസ്വാരികളെ, നിങ്ങൾ കഅബാലയത്തിന്റെ അടുത്തിരുന്ന് പറഞ്ഞതെന്തായിരുന്നു? സത്യസന്ധരായ സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഅബാലയം മക്കത്താണ്, മദീനക്കാരായ ഞങ്ങൾക്ക് കഅബയില്ലെന്ന്. തങ്ങൾ ജന്മനാട്ടിൽ നിന്ന് ഹിജറ ചെയ്തിട്ടാണ് മദീനയിലേക്ക് വന്നത്. ഇപ്പോൾ മക്കാ വിജയം കഴിഞ്ഞ് മക്കയിലാണല്ലോ ഉള്ളത്. തങ്ങൾ തിരിച്ചു മദീനത്തേക്ക് വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തങ്ങളുടെ സാന്നിധ്യവും ഇല്ല. ഇപ്പോൾ യുദ്ധാനന്തര സ്വത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് കൊടുത്തത് പൊതുവിശ്വാസികളായ ആളുകൾക്കാണ്. അപ്പൊ ഞങ്ങൾക്കതും കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഒറ്റ മറുപടിയാണ്, അന മിനൽ അൻസാർ, ഞാൻ അൻസ്വാരികളിൽ പെട്ടയാളാണ്, ഞാൻ നിങ്ങളുടെ കൂടെ മദീനത്തേക്ക് വരാൻ പോവാണ്. അൻസ്വാരികൾ ഒന്നടങ്കം പറഞ്ഞ മറുപടി, റളീനാ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിസ്മൻ വഹല്ലാ, ഞങ്ങൾക്കിനി ഒരു വിഹിതവും വേണ്ട, ഞങ്ങൾക്കിനി ഒരു സ്വത്തും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് തങ്ങൾ മതി നബിയേ. ചമക് തുജ്സേ പാത്തേ ഹേ സബ് പാനേ वाले, मेरा दिल भी चमका दे चमकाने वाले. ഇതാണ് മഹബ്ബത്ത്. വേറൊന്നും വേണ്ട. ഞങ്ങളുടെ പ്രയോറിറ്റി മുഴുവനും തങ്ങളാണെന്ന് വന്നപ്പോ എത്ര മനോഹരമായിട്ടാണ് ആ രംഗം കൈകാര്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകം മുഴുവനും ഒരു താഴ്വരയിലേക്ക് പ്രവേശിച്ചു, അൻസ്വാരികൾ ഒരു താഴ്വരയിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ മദീനക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് മദീനത്ത് പോയപ്പോൾ അവർക്ക് മക്കത്തേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ കിട്ടി. മക്കത്തേക്കാൾ വലിയ അനുഗ്രഹം, അതെ, മക്കത്തേക്കാൾ വലിയ അനുഗ്രഹം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോ ദുആ ചെയ്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കയ്ക്ക് കൊടുത്തതിനേക്കാൾ വലിയ അനുഗ്രഹം മദീനത്തിന് തരണമെന്നാണ്. നമ്പർ 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് ഞാൻ ഇതാ വന്നിരിക്കുകയാണെന്നാണ്. അപ്പൊ എനിക്കിഷ്ടപ്പെട്ട മക്കയിൽ നിന്ന് റബ്ബേ നിനക്കിഷ്ടപ്പെട്ട മദീനയിലേക്ക് വന്നു എന്ന്. മദീന പുണ്യമേറിയതാണ്. ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലമേതാണ്? ഈ ലോകത്തെ ഏറ്റവും പുണ്യമേറിയ സ്ഥലമേതാണ്?
അഫ്ളലുൽ ബിഖാഇ അലൽ അർളി ബിത്തഹ്ഖീഖ്, ഈ ലോകത്തെ ഏറ്റവും പുണ്യമേറിയ സ്ഥലം മക്കാനു മദ്ഫനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യഭൂമിയെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കഅബയേക്കാൾ പുണ്യമേറിയ സ്ഥലം. മദീനക്കാര് ഗോളടിച്ചു, മദീനക്കാര് ഗോളടിച്ചു. മദീനയിൽ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് കഅബാലയത്തിന്റെ മൂലയിലിരിക്കുന്ന ഹജറുൽ അസ്വദ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെയും ഖബറു ശരീഫിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോട്ടമാണ്. മാ ബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ളൊരു തോപ്പാണ്. അതിന് പ്രധാനമായും 3 വിശദീകരണങ്ങളാണ്. ഒന്ന്, അവിടെ നിസ്കരിച്ചവർ നാളെ സ്വർഗത്തിലെത്തുമെന്ന്. രണ്ടാമത്തേത്, ഈ ഭാഗം സ്വർഗത്തിലേക്ക് നാളെ നീക്കം ചെയ്യപ്പെടുമെന്ന്. മൂന്നാമത്തേത്, ആ ഭാഗം സ്വർഗത്തിൽ നിന്ന് സമ്മാനം കിട്ടിയതാണെന്ന്. എങ്ങനെ വന്നാലും അത് സ്വർഗത്തിലേക്കുള്ള തോപ്പാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഹജറുൽ അസ്വദ് സ്വർഗീയ ശിലയാണ്. മദീനത്തോ സ്വർഗത്തിൽ നിന്നുള്ള തോട്ടമാണ്. ചമൻ ചമൻ കെ ദിൽ കശി ഗുലോം കെ ഹി വശബനമി വൈതന പ്യാര നാമോ ഹേ നബി 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 നബി. മദീന പ്രണയമാണ്, മദീന സ്നേഹമാണ്, അനുരാഗമാണ്, അടുപ്പമാണ്, അനുതാപമാണ്. ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള ഭൂമിയുടെ പേരാണ് സ്വർഗ മദീന. ആ മദീനക്കാരായ ആളുകൾ മഹബ്ബത്ത് കൊണ്ട് ലോകത്തിന്റെ തലസ്ഥാനമായി മാറി. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന എന്നാണ്, മക്ക എന്നല്ല. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്ക് മടങ്ങും പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ എന്ന് മദീനയുടെ രാജാവ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ അത് മഹബ്ബത്തിന്റെ തലസ്ഥാനമാണ്. സ്വാറുകൾക്കത് മതി. അപ്പൊ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണോന്ന് പറഞ്ഞ എന്തിനാ? മറുപടി ആവശ്യം പോലെ. ഇനി കുട്ടികൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞാൽ നേരം വെളുക്കും വരെ മദീനത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞപ്പോഴേക്ക് മാറിപ്പോയോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഖൽബ്? അതേ, അവിടുന്ന് തർഖിയത്തിന്റെ മർത്തബയിലെ ഏറ്റവും ഉന്നതമായ പദവിയുള്ള നേതാവാണ്. ആരാണ്? ഹബീബുനാ വ നബിയുനാ മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാഖോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോഴേക്ക് ഹൃദയം മാറിയവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തലോടിയപ്പോഴേക്ക് മാറിയവരുണ്ട്. ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേലവി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
जिस तरफ उड़ गई दम में दम आ गया, जिस तरफ उड़ गई दम में दम आ गया, उस निगाहे इनायत पे लाखों सलाम। തങ്ങളൊന്ന് നോക്കുമ്പോഴേക്ക് നോക്കിയ സ്ഥലം പുണ്യമേറിയതായി മാറി. ആ നോട്ടത്തിന്റെ നേത്രമുള്ള നബിയേ സലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തൊട്ടാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിലാണ്. വഴിയിൽ സ്വഹാബികളോടൊപ്പം തമ്പടിച്ചു. സ്വഹാബികൾ ആ കൂട്ടത്തിൽ നിന്ന് നിസ്കാരത്തിന് സമയമായപ്പോൾ വാങ്ങുകൊടുത്തു. അപ്പോൾ അപ്പുറത്ത് വേറെ ഒരു യാത്രാ സംഘമുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഈ വാങ്ങിനെ കളിയാക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി. വാങ്ങൊക്കെ കഴിഞ്ഞപ്പോ അവരെയും വിളിച്ചു, നിങ്ങളാരാ ഞങ്ങൾ വാങ്ങ് കൊടുത്തപ്പോ കളിയാക്കി ശബ്ദം ഉണ്ടാക്കിയത്? അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ ഇദ്ദേഹമാണ് അബൂ മഹദൂറ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നിങ്ങൾ വാങ്ങ് കൊടുത്തപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയത്. ഈ ബാങ്കിൽ എന്താ ഉള്ളതെന്ന് അവർക്ക് അറിയോ? അതുകൊണ്ട് അവരെ കൊണ്ട് വാങ്ങ് കൊടുപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദിൻ, വാങ്ങ് കൊടുക്കടാ മോനെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വല്ല മോശത്തരമുണ്ടോ? ഇല്ല. അങ്ങനെ വാങ്ങിന്റെ ഓരോ വരിയും അദ്ദേഹം ചൊല്ലിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ മൂർധാവിൽ ഒന്ന് കൈവച്ചിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്തുകൂടി ഒന്ന് പൊക്കിൾ വരെ തടകിയപ്പോൾ അബൂ മഹദൂറ പറയുകയാണ്, എന്നെ വിളിച്ചവിടെ നിർത്തിയപ്പോൾ ഈ ലോകത്തെനിക്ക് ഏറ്റവും ദേഷ്യം മുഹമ്മദ് നബിയോടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒന്ന് തലോടി കഴിഞ്ഞപ്പോഴേക്ക് അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ആളായി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ തലോടൽ കൊണ്ട് ഏറ്റവും വെറുക്കപ്പെട്ടതായി കണ്ടയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറി. ആ അബൂ മഹദൂറ തങ്ങളാണ് പിന്നീട് മക്കത്ത് മുഅദ്ദിനായത്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് വാങ്ങ് കൊടുക്കുമ്പോ മക്കത്തെ ഒഫീഷ്യൽ മുഅദ്ദിൻ ആരാ? അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു. ആ അബൂ മഹദൂറ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമാണ് ഇന്നും മക്കത്തെ മുഅദ്ദിൻമാർ. അബൂ മഹദൂറ തങ്ങളെ അറബിയാണ്, അതുകൊണ്ട് വാങ്ങ് അറബി സ്റ്റൈലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അറബിയല്ല, എത്യോപ്യനാണ്. അവിടുത്തെ വാങ്ങ് എത്യോപ്യൻ സ്ലാങ്ങിലാണ്. സ്ലാങ് വരെ വ്യത്യാസമുണ്ട്. പക്ഷേ ബിലാൽ തങ്ങളെ പൊന്നാക്കി മാറ്റിയ ഒരാദർശമുള്ളത് കൊണ്ട് മദീനയിലെ മുഅദ്ദിനായി. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് ഭാഗ്യം ലഭിച്ച മഹാനായി മാറി സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ മദീനത്ത് വാങ്ങ് കൊടുക്കാൻ കഴിഞ്ഞില്ല. സാധിക്കണില്ല. ഇന്നലെ വരെ ഞാൻ വാങ്ങ് കൊടുക്കുമ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോ ആ ശബ്ദം പോയി തട്ടിത്തഴുകി തലോടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനിയിലാണ്.
ഇപ്പൊ അതിവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് സാധിക്കണില്ല. മദീനത്ത് നിൽക്കാൻ തന്നെ കഴിയണില്ല. ബിലാൽ തങ്ങൾക്ക് മദീനത്ത് നിൽക്കാൻ കഴിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനത്ത് നിൽക്കാൻ കഴിയാത്തയാൾ സിറിയയിലേക്ക് പോയി. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ കിനാവിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിൽ ജഫവതു യാ ബിലാൽ അമാ ആന ലക അൻ തസൂറനി യാ ബിലാൽ. ഇതെന്ത് പണക്ക ബിലാലെ, ഒന്ന് വരാൻ പറ്റൂലേ? ആ രാത്രിയിൽ തന്നെ ബിലാൽ തങ്ങൾ മദീനത്തേക്ക് പോയി. മദീനത്ത് വന്നിട്ട് പിന്നെയും മാനവർക്ക് അവിടെ നിൽക്കാൻ കഴിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീന ബിലാൽ തങ്ങൾക്ക് താങ്ങാനാവണില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്തു പറഞ്ഞെങ്ങോട്ട് പോവാനാണ്? ഈ വിഷയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഉമർ തങ്ങളിലൂടെ സഞ്ചരിക്കണോ, ബിലാൽ തങ്ങളിലൂടെ സഞ്ചരിക്കണോ, അബൂ മഹ്ദൂറ തങ്ങളിലൂടെ സഞ്ചരിക്കണോ, സഹീഹുൽ ബുഖാരിയിലെ പ്രണയ പ്രസ്താവനകളിലൂടെ സഞ്ചരിക്കണോ? ഏതുവഴിയാണ് ഈ വിഷയം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയണില്ല. ഈ വിഷയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു പ്രണയത്തിന്റെ ലോകമാണ്, ഇതൊരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ വർഷവും റബീഉൽ അവ്വലിൽ 7 ദിവസം 2 മണിക്കൂർ വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പ്രസംഗിക്കുന്ന ഒരു പരിപാടി കൊല്ലത്ത് ഞങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ 20 കൊല്ലം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ പ്രസംഗ പരിപാടി നടന്നു. അപ്പൊ ഏതാണ്ട് 140 ദിവസത്തെ പ്രസംഗം, ഓരോ ദിവസവും 2 മണിക്കൂർ, 280 മണിക്കൂറിലേറെയുള്ള പ്രസംഗം ഓൺലൈനിലുണ്ടാവും. ഒരു കൊല്ലം പറഞ്ഞതല്ല അടുത്ത കൊല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പരമ്പരയിൽ മാത്രം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം എന്നല്ല പറഞ്ഞത്. ആ പറയപ്പെടുന്ന പ്രമേയം റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഏതൊരു ലോകമാണിത്? ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ പറഞ്ഞത് ബുറുദ മാത്രമാണ്. അങ്ങോട്ട് തീരണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയത്തിന്റെ പ്രപഞ്ചം അങ്ങനെയാണ്. സ്നേഹത്തിന്റെ സാഗരം അത്ര വിശാലമാണ്. അവിടുത്തോടുള്ള അടുപ്പത്തിന്റെ ആകാശം അത്ര വലുതാണ്. ആ റസൂലുള്ളാഹ്